ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോൺ വെജ് ഐറ്റമായിട്ടാണ്. ക്രീമി വൈറ്റ് സോസ് ചിക്കൻ. ഇതിനെ നമ്മൾ ഫ്രഞ്ച് സ്റ്റൈൽ ചിക്കൻ എന്നും ഫ്രിക്കാസി എന്നും പറയും. ഇതിന് ഫ്രിക്കാസി എന്നാണ് ഫ്രഞ്ചുകാർ പറയുന്ന പേര്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കുക. കടായി അടുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് ബട്ടറിട്ട് ബട്ടറിനകത്ത് കുറച്ച് വെളുത്തുള്ളി അതിൻ്റെ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നല്ല പോലെ മൂപ്പിച്ചെടുക്കുക. നല്ലപോലെ ചെറിയ ബ്രൗൺ നിറാകുമ്പോൾ കുറച്ച് കാന്താരി ഉള്ളതുകൊണ്ട് കാന്താരി ചേർത്തിട്ട് ഏത് മുളക് വേണമെങ്കിൽ ചേർത്ത് കുറച്ച് ഇഞ്ചി കഷ്ണങ്ങളും ചേർത്ത് ചെറുതായി അരിഞ്ഞ ഇഞ്ചി കഷ്ണങ്ങൾ ചേർത്ത് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം ചേർത്ത് വേവിച്ച് വെച്ച് വറ്റിച്ച് വെച്ച ചിക്കനാണ് ഇതിനകത്തിട്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ഇതെല്ലാം ചേർത്ത് നമ്മൾക്ക് ഈ ചിക്കൻ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു അരമുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ചിക്കനിൽ നല്ലപോലെ പിടിക്കും. ആ സമയം കൊണ്ട് നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് ബട്ടറിട്ട് അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അത് മൂപ്പിച്ചെടുക്കാം. അതിന് മുമ്പ് ഞാൻ കുറച്ച് മൈദ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ നിറത്തിലാക്കിയിട്ട് അതിനകത്തൊരു പാലും ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഗ്രേവി റെഡിയായി, വൈറ്റ് സോസ് റെഡി ആയിരിക്കുകയാണ്. ഈ വൈറ്റ് സോസ് വേണം നമുക്ക് ചിക്കനിലോട്ട് ഒഴിക്കാൻ. ചിക്കനിലോട്ട് ഒഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എല്ലാ വശത്തും മസാല പിടിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ മസാലയെല്ലാം പിടിക്കുമ്പോൾ നല്ല മണവും വരും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫ്രഞ്ച് സ്റ്റൈലിലുള്ള ഒരു ചിക്കനാണ്. ക്രീമി ചിക്കൻ ആയാലും ഇതിന് വൈറ്റ് സോസ് ഇട്ടുള്ള ചിക്കനൊക്കെയാണ് ഫ്രഞ്ചിലും അമേരിക്കക്കാരൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇടാം. ചെറിയൊരു എരിവും കൂടെ കൂടാനായിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സാധാരണ ഇറച്ചിക്കറിയൊക്കെ കഴിച്ച് മസാലക്കറികളും ഒക്കെ കഴിച്ച് മടുത്തവർക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യുക. ചപ്പാത്തി, ഇടിയപ്പം, പുട്ട്, പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ വളരെ രുചികരമാണ്. നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി വിതരണം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും. അപ്പോൾ അങ്ങനെ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തിയുടെ കൂടെ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു 5 സ്റ്റാർ ഒരു കറിയുടെ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ.